ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം. വീനെ കാണാൻ വേണ്ടി ഹീറോ വന്ന് നോക്കും. ഡോക്ടറുണ്ട് ക്ലോസ് സംസാരിക്കുക. ആ പെണ്ണ് വീനെ ടച്ച് ചെയ്ത് സംസാരിക്കുക. ഹീറോയ്ക്ക് ചില സംസാരിക്കുന്നു. എന്ന് പറയണം പറയണം വാ എന്ന് പറഞ്ഞ ഹീറോയിന് അനകളോട് ഫുഡ് വല്ല കൊടുക്കായിരുന്നു. വീനെ മുറയ്ക്കായിരുന്നു. അങ്ങനെ വീക്ക് ഫുഡ് കൊടുത്തായിരുന്നു. പറയാം ഡാൻസ് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയുടെ വീടിൻ്റെ മമ്മി കോൾ ചെയ്ത് പറയായിരുന്നു. ശരി ഞാൻ പോവാം, ഫുഡ് വെച്ചോ. ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂസുമായി പോയിരുന്നു. കഴിക്കായിരുന്നു. എവിടൊക്കെ എന്ത് പറ്റി എന്ന് വീക്കൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ മുറയ്ക്ക് ഒന്നും അവൾ കൂടെ ഇരുന്നതനുസരിച്ച് വീണ് വഴക്കടുപ്പായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിട്ട് നീ അവളെ കൂടെ ക്ലോസ് ആവാ എന്ന് പറയുന്നത് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ആ ഗേൾ വീക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. പറയായിരുന്നു ഹീറോ ഇത് നോക്കായിരുന്നു. വീക്ക് പ്രപ്പോസ് ചെയ്ത് വീക്ക് കിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇത് ഹീറോ ടെൻഷനായിരുന്നു. ടെൻഷനിൽ പിണങ്ങിയിട്ട് പോകായിരുന്നു. ഇത് ശ്രദ്ധിച്ചായിരുന്നു. ആ പെണ്ണ് വീക്ക് ടെൻഷനാണ്. പാന്ന് റെഡി ഇടും പറയണക്ക് ജൂലി എനിക്ക് മാരേജ് ആയെന്ന് എനിക്കറിയല്ലോ. നീ അവളെ കൂടെ ഒന്ന് ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടും ഇല്ലല്ലേ അന്ന് പറയും. മാരേജൊക്കെ പറയില്ല, ബേബീസ് ഒന്നും കാണില്ല എന്നിട്ട് അവൾ പറയുന്നു നിനക്ക് അവളെ ഇഷ്ടമില്ലല്ലേ. വീക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ അവിടുന്ന് ടെൻഷനിൽ പോയിരുന്നു. ഹോസ്പിറ്റൽ പറഞ്ഞത് വീൻ്റെ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഹീറോയിനെ സമാധാനമാക്കാൻ വീട്ടിൽ വന്ന് നോക്കും. വീട്ടിൽ ആരുമില്ല, ഹീറോയി മാത്രമേ ഉള്ളത്. വീൻ്റെ മമ്മി ഡാഡിയെ പറഞ്ഞാൽ അവർ ബിസിനസ് ട്രിപ്പ് പോയിരുന്നു. അത് മാത്രം വീക്ക് പറഞ്ഞ പറഞ്ഞ റിച്ചാണ്. പറഞ്ഞ ഒരു കമ്പനി സിഒൻ്റെ മകനാണ് അങ്ങനെ ഹീറോയി ടെൻഷനായിട്ട് വീനെ കണ്ട് കഥ പോയിരുന്നു. ലോക്ക് ചെയ്തു. അങ്ങ് നോക്കുമ്പോൾ ഹീറോയി കണ്ട് കഥ പോകാൻ തുടങ്ങി. ഷോട്ടിൽ ടെൻഷനിൽ പോകാൻ തുടങ്ങിയായിരുന്നു. സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു. അതുമാത്രമല്ല അവൾ എന്നെ കിസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് ഹീറോയി വഴക്ക് പറയുന്നു. പറയണം ബേബി അതൊന്നുമില്ല, എനിക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്ന് പറയായിരുന്നു. ഹീറോയിനെ സമാധാനമാക്കായിരുന്നു. എങ്ങനെയാ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയി പിണങ്ങിൻ്റെ വീണ്ടും പിണക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് മമ്മി ഡാഡി വന്നായിരുന്നു. ഹീറോയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹീറോയിൻ്റെ ബർത്ത്ഡേ ഡെക്കേഴ്സ് ചെയ്തായിരുന്നു. എല്ലാവരും കേക്കെല്ലാം മുറിച്ചായിരുന്നു. അത് മാത്രമല്ല വെളിയിലാണ് ബീച്ച് സൈഡാണ് കേക്ക് മുറിച്ചത്. ഇപ്പോൾ മമ്മിയുടെ ഇല്ലടാ ഞങ്ങൾ കുറച്ച് പോവാം എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഹീറോയിൻ്റെ മമ്മി എല്ലാ ഫാമിലി പോയായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. വീട്ടിലൊക്കെ വന്നായിരുന്നു. നിങ്ങൾ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് ഹീറോയി കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി വീട്ടിലൊക്കെ വന്നായിരുന്നു. റൂമെല്ലാം ഹീറോയുടെ റൂമായിട്ട് നോക്കുമ്പോൾ ഡ്രഗ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയായിരുന്നു ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ എടുക്കാൻ ഡ്രസ്സ് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഇടുക പറയായിരുന്നു. ഹീറോയി ഷാക്കായിട്ട് നോക്കായിരുന്നു. എന്താ ഈ ഡ്രസ്സാ ഇത് ഇങ്ങനെയുണ്ട് ഇടുന്നി എന്ന് പറഞ്ഞ ഹീറോയി ജെർക്കായിരുന്നു. അങ്ങനെ ഫോട്ടോ മാതിരി ഹീറോയി ഡ്രസ്സ് ഇട്ടായിരുന്നു. പറഞ്ഞ ഈ ഫോട്ടോ മാതിരി ഡ്രസ്സ് ഹീറോയുടെ ഒരുമാതിരി ഫോട്ടോ മാതിരി ഹീറോയിനെ ലുക്കിടാണ്. എന്താ എന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തു. റൂം വലുതാക്കായിരുന്നു. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത ഹീറോ ചെറുക്കായിരുന്നു. അതെ പിന്നെ ബീച്ചായിട്ട് ഹീറോയ്ക്ക് കേക്ക് മുറിച്ച് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പം ബീച്ചായിട്ടുള്ള പ്രപ്പോസ് ചെയ്ത് ഹീറോ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അത് മാത്രമല്ല ഇപ്പോൾ റൂമൊക്കെ വരുമ്പോൾ ഹീറോയിനെ ഒരുമാതിരി നോക്കുമായിരുന്നു. ശരിയില്ല അങ്ങനെ തണ്ണി കുടിച്ചായിരുന്നു ഹീറോയെ. ഹീറോയിനെ കിസ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. വിടടാ എന്ന് ഹീറോയി പറയായിരുന്നു. നോ എന്ന് പറഞ്ഞ ഹീറോയി കൂടെ സ്റ്റേ ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയി രാവിലെ വെച്ച് നോക്കും മണി 12 എന്ന് ഹീറോയി ചക്ക് വിട്ടായിരുന്നു. അങ്ങനെയായിട്ട് പറയണു എവിടൊക്കെ പോകുന്ന ബേബി ഒന്നും പോകണ്ട എന്ന് പറയുന്നു. പറയണു കേൾക്കാതെ ഹീറോയി. അപ്പോൾ ഹീറോയിനെ അന്നേരം ക്യാരി ചെയ്യുന്നത്. വീണ്ടും മമ്മി ഡാഡി വന്നിട്ടില്ല. അവർ പോയവർ വന്നിട്ടേ ഇല്ല. ഹീറോ ഇപ്പോൾ അങ്ങനെയായിട്ട് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞായിരുന്നു. 10 ദിവസം കഴിഞ്ഞായിരുന്നു. അവളുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു ഓടിയായിരുന്നു. പറയായിരുന്നു. അങ്ങനെയിപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടായിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു മമ്മി ഡാഡി. എന്നിട്ട് 10 ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് പറഞ്ഞ 5 ബേബി ജനിച്ചായിരുന്നു. അതെ 5 ബേബീസ്. അതെ അങ്ങനെയായിട്ട് 5 ബേബീസാണ്. 3 ബോയ്സ് 2 ഗേൾസ് ആണ് ഹീറോയ്ക്ക് ജനിച്ചത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേബീസ് നന്നായിട്ട് കെയറിങ് ചെയ്യാൻ തുടങ്ങി. ഡാഡി ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്നുണ്ടായി. ഇപ്പോൾ വീണ്ടും കുട്ടികൾ അതെ 3 വയസ്സായ ബേബീസ്ക്കെല്ലാം പറയായിരുന്നു എന്താണ് ബേബീസ് ചെയ്യാൻ ഇല്ല ഡാഡി എന്ന് പറഞ്ഞ് കൂടെ ഭയങ്കര ഡാൻസ് ചെയ്തതാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ഇപ്പോൾ ഡേയ്സ് ഒന്നായിട്ട് പോകാൻ തുടങ്ങി. കൊല്ലങ്ങളായത് പിന്നെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ബേബീസെല്ലാം വളർന്നു വലുതായി. ഞാനായിട്ട് ഇപ്പോൾ ബേബീസ് പറഞ്ഞ 6 വയസ്സായി പിന്നെ ബേബീസ് എല്ലാം അവരൊന്ന് ജോബ് സെലക്ട് ചെയ്തെടുത്ത് വെച്ചായിരുന്നു. ബേബീസ് പറയണം കേൾക്കായിരുന്നു ബേബീസിനോട്. ഫസ്റ്റ് ബേബി ഇടയ്ക്കായിരുന്നു, അത് ബോയ് ബേബിയാണ്. എന്താണ് നിൻ്റെ വിഷ്? ഇല്ല ഡാഡി, ഞാൻ ഡാഡിമാർ ഡോക്ടർ ആവാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബോയ് ബേബിനോട് കേൾക്കായിരുന്നു, നിൻ്റെ പ്ലാൻ ഉണ്ടടാ? ആ ഞാനൊരു ആക്ടർ. മൂന്നാമത്തെ ബോയ് ബേബി കേൾക്കുമ്പോൾ ഞാനൊരു ഐഡലാകാൻ പോവാ എന്ന് പറയുന്നത് വീട്ടിൽ ഷാക്കായിരുന്നു. അപ്പം ബിസിനസ് ആരും നോക്കാം ഡാഡി, ഞാൻ തന്നെ നോക്കാം എന്നെ ഗേൾ ബേബി പറയായിരുന്നു. എന്നെ പിന്നെ ഒരു ബേബി കേൾക്കുമ്പോൾ ഞാൻ പ്രൊഫസറാകാൻ പോവാ എന്ന് ബേബി പറയായിരുന്നു. ഐഡലാന്ന് ഒരു ബേബി പറഞ്ഞാൽ ഞാൻ കമ്പനി നോക്കും എന്ന് പറയുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ടറാകുമ്പോൾ ബേബി പറയായിരുന്നു, ഞാനൊരു കമ്പനി നോക്കാം, ചിലപ്പോൾ ഇവനെ നോക്കാമെന്ന്. എല്ലാവരും ഓരോന്ന് പ്ലാന് പറയായിരുന്നു. അവർ അതേ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. പറയുന്നു ബുക്ക് എടുത്ത് ഡാഡി കൊണ്ടുപോകാറുണ്ട്. ബേബീസ് അത് ബുക്ക് എടുക്കാൻ പഠിക്കാറുണ്ട്. തല കൈ വെച്ചിരുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞ് ഇത് നോക്കി ചിരിക്കായിരുന്നു. എൻ്റെ തലയിട്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിയായിട്ട് ജോളിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു. എൻ്റെ മമ്മി ഡാഡി എന്ന് പറയുന്നു, ഇവരുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയായിരുന്നു. ആക്ടറാന്ന് ബേബി പറഞ്ഞ ആക്ടിങ്ങിൽ കൂടി ജോയിൻ ചെയ്ത് ആക്ടിങ്സ് പഠിക്കുക, ഡ്രാമയിലെ മൂവിയിലെല്ലാം നന്നായിട്ട് ആക്ടിങ് ചെയ്യുക. ഐഡൽ പറഞ്ഞ ബേബി നല്ല സോങ്സ് ഡാൻസ് എല്ലാം നന്നായിട്ട് കളിക്കും. അതുപോലെ തന്നെ മോഡലായി ചെയ്യാം. ബേബീസ് എല്ലാം ഓരോന്ന് ജോബ് പഠിക്കായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേബീസ് ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, അതെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഹീറോയിൻ പറയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സെല്ലാം വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരാണ് ദിയ, പിങ്കി, മൈക്കിൾ. വേറെ 3 ഫ്രണ്ട്സ് ഹീറോയിൻ്റെ വന്നായിരുന്നു. അങ്ങനെ അവർ